ഏതൊരു അച്ഛൻ്റെ ഒരു മകന് കൊടുക്കുന്ന ഉപദേശം മാത്രമേ എനിക്ക് അച്ഛൻ തന്നിട്ടുള്ളൂ. സുരേഷ് ഗോപി എന്ന ആക്ടറിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു അഡ്വൈസും കിട്ടിയിട്ടില്ല. സോ again എൻ്റെ കരിയറിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിലോ ഈ ആക്ടിങ് എന്ന പ്രൊഫഷനെ പറ്റി ചോദിക്കുകയാണെങ്കിലോ ഞാൻ കൂടുതൽ കേട്ടറിഞ്ഞോ കണ്ടറിഞ്ഞോ പഠിച്ചിട്ടുള്ളത് എൻ്റെ ചേട്ടൻ്റെ. അച്ഛൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു അഡ്വൈസോ ഒന്നും വന്നിട്ടില്ല. എൻ്റെ ചേട്ടൻ കുറച്ചും കൂടെ ഹാൻഡ്സ് ആണ്. 9+ years മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഗുഗു. സോ ഗുഗു ഞാനും കുറേ കൂടെ സിനിമയെ പറ്റി സംസാരിക്കാറുണ്ട്. ഫീഡ്ബാക്ക് ഗിവ് ആൻഡ് ടേക്ക് പോലെ. സോ അച്ഛൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സ്പെസിഫിക് അഡ്വൈസ് വന്നിട്ടില്ല. ഒരു ആക്ടിങ് എന്നൊരു പ്രൊഫഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരുപാട് ടെക്നിക്കാലിറ്റി ഉള്ളൊരു തൊഴിലാണിത്. പുറത്തുനിന്ന് കാണുമ്പോൾ ബിഹേവിയർ ആണെങ്കിലും ആ ബിഹേവിയറിലോട്ട് നമ്മളെ തന്നെ ചാനൽ ചെയ്യാൻ ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉള്ള ഒരു തൊഴിലാണ് ആക്ടിങ് എന്ന് പറയുന്നത്. അത് എൻ്റെ ചേട്ടൻ ഈ ഒരു ജനറേഷൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അതിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു റിയൽ ടൈം അഡ്വൈസ് എന്ന് പറയുന്നതല്ലേ, എനിക്ക് കുറച്ചുകൂടി ആപ്ലിക്കബിൾ ആയ അഡ്വൈസ് എൻ്റെ ചേട്ടന് തരാൻ പറ്റുന്നുണ്ട്. അച്ഛന് ചിലപ്പോൾ അഡ്വൈസ് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ ജനിച്ചത് വേറൊരു കാലഘട്ടത്തിലാണ്. വേറൊരു കാലഘട്ടത്തിലെ മലയാളം സിനിമയിലൂടെയും സൗത്ത് ഇന്ത്യൻ സിനിമയിലൂടെയും ജനിച്ചൊരു സൂപ്പർ സ്റ്റാറാണ്. സോ ഐ ഡോണ്ട് തിങ്ക് അഗൈൻ സിനിമയുടെ റിക്വയർമെൻറ്റ്സും ആക്ടേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സും വളരെ ഫാസ്റ്റ് പേസിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു മേഖലയാണ്. സോ ചേട്ടൻ്റെ അഡ്വൈസ് വരുന്നുണ്ട്. ബട്ട് അഗൈൻ ഓരോ ആക്ടറിനും അവരുടേതായ ഒരു യുണീക്ക് നേച്ചറാണ്. അപ്പോൾ എൻ്റെ യുണീക്നെസ്സിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഗൂഗിൾ സുരേഷിൻ്റെ യുണീക്നെസ് എന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലത്തെ ഉള്ള അഡ്വൈസ് അല്ല. ഒരു ആക്ടർ എങ്ങനെ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, ഹി നോസ് മോർ ദൻ മീ. സോ ഐ ടേക്ക് വിത്ത് ബോത്ത് ഹാൻഡ്സ്. അതേപോലെ ഞാൻ ഫസ്റ്റ് സിനിമ JSK ചെയ്യാനായിട്ട് പോയ സമയത്ത് ഞാൻ ഐഡലൈസ് ചെയ്യുന്ന ഒരു സെറ്റ് ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ഇവരെ ഞാൻ അനുഗ്രഹം വാങ്ങാനായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് രാജുവേട്ടൻ. ഹീ ടോൾഡ് മീ ദാറ്റ് ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ്, എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വൈസ് പോലെ വേണമെങ്കിലോ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റീച്ച് ഔട്ട്. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് എനിക്ക് അവിടെ തന്നിട്ടുണ്ട്. സോ അതും ഞാൻ ഇടയ്ക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് സിനിമയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണമെങ്കിൽ ഒരു 2-3 തവണ ഞാൻ രാജുവേട്ടനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. സോ രാജുവേട്ടനെ എനിക്ക് അതിലോട്ട് പിടിച്ചു.